HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കുറേ പേരൊക്കെ ലാസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒരു എക്സാം ലാസ്റ്റ് ഡേറ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യണം. ഓക്കെ, വല്ല സൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നാൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം ആണ് അല്ലേ? അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഏതായിരിക്കും? കാറ്റഗറി നമ്പർ 527/2024 ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ. നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് അല്ലെ? 23,000 മുതൽ 50,200 ആണ് സ്കെയിൽ ഓഫ് പേ. അപ്പോൾ ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എത്രയാണ്? ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളവരുണ്ട് അല്ലെ? OBC അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് ഏജിന് റിലാക്സേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നോർമൽ PSCക്ക് എത്ര വയസ്സ് വരെയാണോ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ വരുന്ന ഏതാണ്? SSLC വരെ പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, SSLC ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ നമുക്ക് എന്ന് വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 29 അല്ലെ? 2025 January 2025 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29 January 29. അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്യാനുള്ളവർ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. January 29 വരെ ഒന്നും കാത്തിരിക്കരുത്. പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ എക്സാം നമ്മൾ എന്നാണ് എക്സാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഇത് നോർമലി പ്രിലിംസ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? പ്രിലിംസ് ഇല്ല, മെയിൻസ് എക്സാം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സാം നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാണ്? നമ്മുടെ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു മാസത്തിനുള്ളിൽ, ഒന്നുകിൽ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസം, ആ ഒരു മാസത്തിൽ എന്നാവും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരു മാക്സിമം ഒരു 6 മാസം അതിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മാസം, ഇത്രയും മാസമേ ഉള്ളൂ എന്ന് കണക്കാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഈ ഇത്രയും മാസം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചു തുടങ്ങാം. പറ്റുന്നെങ്കിൽ ഇന്ന് മുതൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിയമന ശുപാർശ എത്രയാണ്? 1232 നിയമന ശുപാർശയോളം ഇതുവരെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം സപ്ലൈകോ അതുപോലെ നമ്മുടെ മാവേലി സ്റ്റോർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും എന്ത് ചെയ്യുക? അതിന്റെ അപ്പോയിന്റ്മെന്റ്, ASMന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെ ജില്ലയിൽ എത്രയാണ് നിയമന ശുപാർശ എന്ന് നോക്കാം. ജില്ല തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമന ശുപാർശ വരെ ഇതുവരെ നടന്നിട്ടുണ്ട്? 267 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 66 കട്ട് ഓഫ് മാർക്ക്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 892 പേരാണ് ഉൾപ്പെട്ടത്. പിന്നുള്ളത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ നിയമന ശുപാർശ 93 നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ. അതിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 64 മാർക്കാണ് കട്ട് ഓഫ്. അതുപോലെ തന്നെ അവിടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 910 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൊല്ലം ജില്ലയിൽ 93 നിയമന ശുപാർശ നടന്നു. അവിടെ കട്ട് ഓഫ് മാർക്ക് 64 ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 910 പേര് ഉൾപ്പെട്ടു. പിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നിയമന ശുപാർശ എത്രയാ? 51 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ട്? 61 കട്ട് ഓഫ് മാർക്ക് 61 പത്തനംതിട്ട ജില്ലയിൽ. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 392 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 392 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആലപ്പുഴ ജില്ലയിൽ 92 പേരാണ് നിയമന ശുപാർശ. എത്ര പേർക്കാണ്? 92 പേർക്ക് നിയമന ശുപാർശ ആലപ്പുഴ ജില്ലയിൽ. അതുപോലെ കട്ട് ഓഫ് മാർക്ക് 61.67 ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നത്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 599 പേരാണ് ആലപ്പുഴ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ വന്നത്. 599 പേരാണ്.
പിന്നുള്ളത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ നിയമന ശുപാർശ നടന്നത് 59 നിയമന ശുപാർശ കോട്ടയം ജില്ലയിൽ നടന്നു. അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എത്ര മാർക്കാണ്? 63 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു? 586 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതുപോലെ പിന്നെ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ഇടുക്കി ജില്ലയില് നിയമന ശുപാർശ 29 29 നിയമന ശുപാർശയാണ് ഇടുക്കി ജില്ലയിൽ നടന്നത്. അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? കട്ട് ഓഫ് മാർക്ക് 64.67 ആണ് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ, ഇടുക്കി ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 876 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇടുക്കി ജില്ലയിൽ 29 നിയമന ശുപാർശ നടന്നു. അതിലെ കട്ട് ഓഫ് 64.67 ആണ്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 876 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നെ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ നിയമന ശുപാർശ 128 നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കേട്ടോ. 128 നിയമന ശുപാർശ എറണാകുളം ജില്ലയിൽ നടന്നു. അവിടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 57.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നത്. അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു? 504 പേര് ഉൾപ്പെട്ടു. ഓക്കെ, അപ്പോൾ എറണാകുളം ജില്ലയിൽ 128 പേര് വന്നു. എനിക്കൊന്ന് നമ്മളിപ്പോൾ നോക്കിയതിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 267 ആണ് നിയമന ശുപാർശ. പിന്നെ എത്രയാണ്? പിന്നെ എറണാകുളം ജില്ലയിലാണ് അല്ലെ കൂടുതൽ 128 പേര് നിയമന ശുപാർശ നടന്നത്. അടുത്തത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയിലെ നിയമന ശുപാർശ 81 പേർക്ക് നിയമന ശുപാർശ തൃശൂർ ജില്ലയിൽ ലഭിച്ചു. അവിടെ കട്ട് ഓഫ് മാർക്ക് 66.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു? തൃശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 598 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഓക്കെ, അപ്പോൾ 81 തൃശൂർ ജില്ലയിൽ നിയമന ശുപാർശ, 66.33 കട്ട് ഓഫ് വന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ 598 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പിന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 78 നിയമന ശുപാർശ നടന്നു. 78 നിയമന ശുപാർശ പാലക്കാട് ജില്ലയിൽ നടന്നു. അല്ലെങ്കിൽ കട്ട് ഓഫ് 65.33 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു? 598 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പിന്നുള്ളത് മലപ്പുറമാണ്. മലപ്പുറം 100-ന് മുകളിൽ വന്നിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോൾ നോക്കിയതിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്? 100-ന് മുകളിൽ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം വന്നിട്ടുണ്ട്. പിന്നെ ഏതാ വന്നിരിക്കുന്നത്? തിരുവനന്തപുരം വന്നു, എറണാകുളം വന്നു. ഇപ്പൊ ഏതാണ്? മലപ്പുറം അല്ലെ. മലപ്പുറം 115 ആണ് നിയമന ശുപാർശ വന്നിരിക്കുന്നത്. അല്ലെ കട്ട് ഓഫ് 63 ആണ് കട്ട് ഓഫ് മാർക്ക്. 63 ആണ്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 730 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ. പിന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ എത്രയാണ് നിയമന ശുപാർശ? 99 നിയമന ശുപാർശ കോഴിക്കോട് ജില്ലയിൽ നടന്നു. അതിൽ കട്ട് ഓഫ് 66 മാർക്കാണ് കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 752 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഓക്കെ, അടുത്ത ഏത് ജില്ലയാണ്? വയനാട് ജില്ല അല്ലെ. വയനാട് ജില്ലയിലെ നിയമന ശുപാർശ 44 പേർക്കാണ് വയനാട് ജില്ലയിലെ നിയമന ശുപാർശ നടന്നത്. അതിലെ കട്ട് ഓഫ് എത്രയാണ്? 62 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. 62 വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 300 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 44 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇതുവരെ. അതുപോലെ 62 കട്ട് ഓഫ് 62 ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 300 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നെ കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. കണ്ണൂർ ജില്ലയിൽ 75 നിയമന ശുപാർശ നടന്നു. കണ്ണൂർ ജില്ലയിൽ 75 നിയമന ശുപാർശ നടന്നു. 66 ആണ് കട്ട് ഓഫ്. എത്ര മാർക്കാണ് കട്ട് ഓഫ്? 66 മാർക്ക് കട്ട് ഓഫ്. പിന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്? 598 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പിന്നുള്ളത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ വളരെ കുറവാണ് അല്ലെ. ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ് നിയമന ശുപാർശ നടന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടന്നു. ഏറ്റവും കുറവ് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് നിയമന ശുപാർശ. അത് എത്രയാണ്? കാസർഗോഡ് ജില്ലയിൽ 21 നിയമന ശുപാർശയാണ് കാസർഗോഡ് ജില്ലയിൽ. അതുപോലെ അവിടുത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 60.67 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 60.67 കട്ട് ഓഫ് വന്നു. മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു? 457 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഓക്കെ, അപ്പൊ ആകെ എത്രയാണ്? 1232 നിയമന ശുപാർശകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ജില്ലയിലും ഇത്രയും വെച്ചാണ് നിയമന ശുപാർശ നടക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ജില്ലകൾ മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജില്ലകൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ആ കട്ട് ഓഫും ആ ഒരു നിയമന നിലയ്ക്ക് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണം.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈമിൽ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം PDF നോട്ട്സും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നോക്കും. നമുക്കറിയാം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. PSC പരീക്ഷയ്ക്ക് എത്രത്തോളം നമ്മൾ നോക്കുന്നു ആ ഒരു ഏരിയ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മെന്റർ നിൽക്കുണ്ടാവും. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണമെന്നൊക്കെ മനസ്സിലാക്കി തരാൻ ഒരു മെന്റർഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി റെക്കോർഡ് ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് സൂം വഴിയുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ജനുവരി 29 നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ഓൾറെഡി സിലബസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ്, മെയിൻ സിലബസ് നമുക്കൊന്ന് നോക്കാം. അതുമായിട്ട് വലിയ വ്യത്യാസം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സിവിൽ സപ്ലൈസ് സബ് കോർപ്പറേഷൻ ലിമിറ്റഡ് കഴിഞ്ഞ എക്സാമിന്റെ ആണ് 105/2020. അതിൽ എന്തൊക്കെയാണ് തസ്തികയുടെ മുഖ്യ പരീക്ഷ വിശദമായ സിലബസ് മാർക്ക് വിവരവുമാണ്. ഓക്കെ, അതിലെ പൊതുവിജ്ഞാനത്തിൽ ചരിത്രം വരുന്നുണ്ട് അല്ലെ. ചരിത്രം എത്ര മാർക്കിനാണ്? ചരിത്രം 4 മാർക്കിന് ചരിത്രമുണ്ട്. അതിൽ എല്ലാം നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നുള്ളത് ജോഗ്രഫിയാണ്. ഭൂമിശാസ്ത്രം എത്ര മാർക്കിനാണ്? 4 മാർക്കിനാണ് ജോഗ്രഫി എന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ LDC സിലബസുമായിട്ട് വലിയ വ്യത്യാസം ഇവിടെ വരുന്നില്ല. നമ്മുടെ LDC സിലബസിന്റെ ബേസ് തന്നെ പഠിക്കുന്ന ഇപ്പൊ നമ്മൾ ഓൾറെഡി LDCക്ക് പഠിച്ചവരാണെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ധനതത്വശാസ്ത്രം എക്കണോമിക്സ് എത്ര മാർക്കിനാണ്? 4 മാർക്കിനാണ് അല്ലെ. എക്കണോമിക്സ് വരുന്നത് 4 മാർക്കിന് എക്കണോമിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി 4 മാർക്ക്, ജോഗ്രഫി 4 മാർക്ക്, എക്കണോമിക്സ് 4 മാർക്ക്. അതിലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എത്രയാണ്? അതും 4 മാർക്ക് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷന് ചോദിക്കുന്നത്. പിന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ കേരള ഭരണ സംവിധാനവും എത്ര മാർക്കാണ്? 3 മാർക്കിന് കേരള ഭരണവും ഭരണ സംവിധാനവും ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സയൻസ് ആണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അത് എത്രയാണ്? 4 മാർക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ SCRT ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. SCRT ടെസ്റ്റ് നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ആ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ നമ്മുടെ സയൻസ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. പിന്നെ ഭൗതിക ശാസ്ത്രം എത്ര മാർക്കിനാണ്? 3 മാർക്കിനാണ്. ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. പിന്നുള്ളത് കെമിസ്ട്രി ആണ് അല്ലെ. രസതന്ത്ര എത്ര മാർക്കിന് ചോദിക്കും? 3 മാർക്കിനാണ്. രസതന്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനും 3 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ സ്കൂൾ ടെസ്റ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ പഴയ സ്കൂൾ ടെസ്റ്റ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പുതിയ ടെസ്റ്റിന്റെ ബേസിൽ ആണ് നമ്മുടെ എക്സാമുകൾക്കൊക്കെ ഇപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ പുതിയ ടെസ്റ്റ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം എത്ര മാർക്കാണ്? 4 മാർക്കിന് വരുന്നുണ്ട്. കലാ, കായികം, സാഹിത്യം, സംസ്കാരത്തിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലെ. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അത് എത്ര മാർക്കിനാണ്? 3 മാർക്കിനാണ് കേട്ടോ. 3 മാർക്കിനാണ് കമ്പ്യൂട്ടർ. പിന്നുള്ളത് സുപ്രധാന നിയമങ്ങളാണ്. സുപ്രധാന നിയമങ്ങൾ എത്ര മാർക്കിനാണ്? 4 മാർക്കിനാണ്. സുപ്രധാന നിയമങ്ങളിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക്. പിന്നെന്താണ്? ആനുകാലിക വിഷയങ്ങൾ അല്ലെ. ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കിനാണ്? ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിന് ചോദിക്കും കേട്ടോ. ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ എന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ മാത്സ് ആണ് അല്ലെ. മാത്സിൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും കൂടി എത്ര മാർക്കാണ്? 10 മാർക്കിന്. ഓക്കെ, അപ്പൊ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് എല്ലാത്തിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 10 മാർക്കിന് കറണ്ട് അഫയേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും കൂടി എത്ര മാർക്കാണ്? അതും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ജനറൽ ഇംഗ്ലീഷ് എത്ര മാർക്കിനാണ്? ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിനാണ് കേട്ടോ. 10 മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് വരുന്നുണ്ട്. പിന്നെ പ്രാദേശിക ഭാഷകൾ അതിൽ മലയാളം ഉള്ളവർക്ക് മലയാളം അല്ലെ കന്നഡ, തമിഴ് അതിൽ നിന്ന് എത്രയാണ്? അതും 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. മലയാളം ഇംഗ്ലീഷും ഒക്കെ എന്താണ്? 10 മാർക്കാണ് അല്ലെ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമ്മുടെ സപ്ലൈകോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ്. അത് ഭക്ഷ്യ പൊതുവിതരണവും സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എത്രയാണ്?
20 മാർക്കിന് ചോദിക്കും. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ LDCയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, ആ ഒരു സിലബസ് ആണ്, വലിയ വ്യത്യാസമില്ല. LDC സിലബസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഭക്ഷ്യ പൊതുവിതരണവും സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, അത് 20 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം അല്ലെ. ഫസ്റ്റ് ഇത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ. അപ്പൊ 5 മാർക്കിന് എന്താണ്, 5 മാർക്കിന് സപ്ലൈകോയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. 5 മാർക്കിന് സപ്ലൈകോയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 5 മാർക്ക് എന്താണ്, കേരളത്തിൽ പൊതുവിതരണ സംവിധാനവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 5 മാർക്കിന്. അപ്പൊ 5 മാർക്കിന് സപ്ലൈകോയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. പിന്നെ 5 മാർക്കിന് എന്താണ്, കേരളത്തിൽ പൊതുവിതരണ സംവിധാനവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 5 മാർക്ക്. പിന്നുള്ളത് അപ്പൊ നമുക്ക് 10 മാർക്ക് ആയല്ലോ. പിന്നെ 5 മാർക്കിന് ചോദിക്കുന്നത് എന്താണ്, നമ്മുടെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിനാണ് 5 മാർക്ക്. ആ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് ചില്ലറ വ്യാപാരം വിപണന കച്ചവട തന്ത്രങ്ങൾ, ഇതാണ് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, നമ്മുടെ ഈ സപ്ലൈകോയുമായിട്ട് ബന്ധപ്പെട്ട ആ പൊതുവിതരണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് 20 മാർക്ക്. അപ്പോൾ 5 മാർക്ക് വെച്ച് ഡിവൈഡ് ചെയ്താണ് അത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിലബസും ആ ഒരു ASMന്റെ ഡീറ്റെയിൽസും ഇങ്ങനെയാണ്. അപ്പോൾ ഇത് സിലബസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു എക്സാം മുന്നിൽ കണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സിലബസ് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിൽ എത്താൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഈ ASM എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്